ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലോറൈറ്റിൻ്റെ മെറ്റീരിയലാണ്. മിഹിഗ ബ്രാൻഡിൽ വരുന്ന 290 മീറ്റർ ഇക്കത്ത് സ്പെഷ്യൽ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. അപ്പോൾ ഇക്കത്ത് ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ്. അതും ഈ ഒരു കുറഞ്ഞ വിലയിലുള്ള മെറ്റീരിയൽ ഈ ഒരു ഡിസൈൻസ് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് സെയിലായി തീരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഡിസൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇക്കത്ത് ഡിസൈനിൻ്റെ 2 വെറൈറ്റി ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നേക്കുവാണ്. കളർ ഷെയ്ഡ്സ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. 290 മീറ്ററാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മിഹിഗ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മുടെ ശിവാനി നന്ദിനി പോലെയുള്ള ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന തുണിയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ കൊണ്ടുവരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പം വില കുറഞ്ഞ വിലയിൽ നൈറ്റി മെറ്റീരിയൽസ് വേണ്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു ബ്രാൻഡിലുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലോ റേറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് നല്ലോണം അത്യാവശ്യം നല്ല സെയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് പെട്ടെന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു 3-4 ബ്രാൻഡുകൾ ഇപ്പോൾ ലോ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. 135, 140 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഇതിലെല്ലാം അത്യാവശ്യം നല്ലോണം മൂവിങ് ഉള്ളതാണ്. ഈ ഡിസൈൻ എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം ഒരു കുർത്തീസിന് പറ്റുന്ന ടൈപ്പ് ഡിസൈനാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ ഫ്രോക്ക് നൈറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ നൈറ്റീസ് ആയിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ചെയ്യാം. അതുപോലെ കുർത്തീസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ലൈനിങ്ങും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് നാളും കൂടെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ GSM വരുന്നത് ഒരു 245 to 250 ആ ഒരു റേഞ്ചിലുള്ള GSM ആണ് ഇതിന് വരിക. അപ്പോൾ അങ്ങനെ GSM എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടി തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അതായത് ഈ 2 മെറ്റീരിയൽ മാച്ചിങ് ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അത് രണ്ടും ഒന്നിച്ചെടുക്കേണ്ടതാണ്. അത് നമ്മുടെ കാറ്റലോഗിനകത്തും മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഐറ്റംസ് കൊടുത്തേക്കുന്നത് ഒരു ഫോട്ടോയിൽ 2 എണ്ണം കാണുന്നതായിരിക്കും മിക്സ് ആൻഡ് മാച്ച് വരുന്നത്. അത് രണ്ടും ഒന്നിച്ചെടുക്കണം. അങ്ങനെ അത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതും കൂടെ യൂട്യൂബിലെ വീഡിയോ കൂടാതെ കാറ്റലോഗിലുള്ള കളക്ഷൻസിൽ നിന്നും കൊണ്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു റേറ്റിൻ്റെ കൂടാതെ പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് വരുന്ന ലോ റേറ്റിൽ വരുന്നതാണ്. 135 മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 140 നമ്മുടെ കയ്യിൽ വരുന്നതിൽ ലോ റേറ്റ് വരുന്ന ഐറ്റംസാണ് ഇതൊക്കെ. വേറെയും കുറേ ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെ പല ബ്രാൻഡുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിനകത്തു നിന്നെല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല റേറ്റിൻ്റെ ഐറ്റംസ് പല ബ്രാൻഡുകൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് മെറ്റീരിയൽസ് സെയിലാവുകയും ചെയ്യും. അതേപോലെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് വേണ്ടുന്ന കസ്റ്റമേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പല റേറ്റിൻ്റെയും പല ബ്രാൻഡിൻ്റെയും പല ഇഷ്ടങ്ങളിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ കസ്റ്റമേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നല്ല ബ്രാൻഡുകൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ തന്നെ പറയുന്നതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യുക. മിനിമം 10 പീസ് ആണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത്. ഇത് ഹോൾസെയിൽ റേറ്റ് ആണ്. ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പം ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ്. അതായത് ഇതിലുള്ള റേറ്റും അതുപോലെ കാറ്റലോഗിലുള്ള റേറ്റൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ്. 10 പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസ് ആണ് വരുന്നത്. റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും 10 രൂപ കൂടുതലായിരിക്കും. അത് കാറ്റലോഗിലുള്ള റേറ്റ് ആണെങ്കിലും 10 രൂപ കൂടുതലായിരിക്കും. 10 പീസിൽ താഴെ എടുക്കുമ്പോൾ 3 പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. അതിൽ താഴേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നുള്ളതും ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്നുള്ളതും കൂടെ അയച്ചതിന് ശേഷമാണ് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പം ബില്ല് സെൻഡ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസും കൂടെ കിട്ടിയെങ്കിലാണ് ബില്ല് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആദ്യം അയക്കുന്നവരുടെ മെസ്സേജുകൾ നോക്കി വരുന്ന അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ആവുന്നത്. റിപ്ലൈ തരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പീസ് വേറെ ഓർഡർ പോകും. അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തരുന്ന കഴിയുമ്പം പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ
പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഡിസൈൻസ് കണ്ടല്ലോ, ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതും നല്ല ഭംഗിയുള്ള കളർ ചാർട്ടുമാണ്, വെറൈറ്റി ആയിട്ടുള്ള കളർ ചാർട്ടിലുമാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ 40 പീസിന് മുകളിലോട്ട് എടുക്കുന്നവരുടെ 4P പാഴ്സൽ സർവീസ് വഴിയാണ് കേട്ടോ അയക്കുന്നത്, ബൾക്ക് ഓർഡേഴ്സിൻ്റെത്. അപ്പം അല്ലാത്തത് DTDC കൊറിയറോ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസോ അങ്ങനെയാണ് വരുന്നത്. 3 വർക്കിംഗ് ഡേയ്സ് ആണ് കൊറിയർ വഴി അയച്ചാൽ കിട്ടാനെടുക്കുന്ന ടൈം. പോസ്റ്റലാണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ്, പോസ്റ്റലാണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും. DTDC കൊറിയർ എല്ലാ സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അയക്കുമ്പോഴാണ് ഹോം ഡെലിവറി കിട്ടുക. അതുകൊണ്ട് വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോസ്റ്റൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ കുറേ കളക്ഷൻസ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിനകത്ത് വരുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ലോ റേറ്റിൽ തന്നെ വരുന്ന നന്ദിനിയുടെയും ഒക്കെ കളക്ഷൻസ് വേണ്ടവർ, നന്ദിനി അനുപമയുടെയൊക്കെ വേറെ വേണ്ടവർ കാറ്റലോഗും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. പിന്നെ അജ്രക്കിൻ്റെത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ കാറ്റലോഗിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കി എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽ, ആൽഫൈൻ മെറ്റീരിയൽ, പിന്നെ വർദ്ധമാന, റീവ, രാഹുൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉടനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് വെയിറ്റ് ചെയ്യുക. അധികം താമസിക്കാതെ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ കളക്ഷൻസും തീർന്നിട്ടുള്ളതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയണം. നമ്മുടെ 2 ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനൽസിലുമാണ് വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്